സമയം മുൻപ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട സംഘാടകരിൽ ഒരാളുടെ ഭാരവാഹികളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഞാൻ അല്പം ഒന്ന് വായിക്കാം. ക്ഷേത്ര ഭാരവാഹികളെ പോലും അകത്തേക്ക് കടത്തിവിടാതെ പോലീസിൻ്റെ കിരാത നടപടികളാണ് ഇന്നലെ തൃശ്ശൂരിൽ ഉണ്ടായത്. പൂരത്തിൻ്റെ ഭാഗമായ വിളക്കുമാടത്തിൽ എണ്ണ ഒഴിക്കാൻ കയറിയ ആളെ തള്ളി ഓടിക്കുന്നത് കണ്ടാണ് ആ ഭാരവാഹി ചോദിക്കാനെത്തി. അവിടെ എത്തിയപ്പോൾ പോലീസ് പറയുന്നത് ACP പറഞ്ഞിട്ടുണ്ട്, പൂരം കഴിഞ്ഞ ശേഷം മാത്രം വിളക്കുമാടത്തിൽ വിളക്ക് തെളിയിച്ചാൽ മതിയെന്ന നിർദ്ദേശമുണ്ട് എന്ന് പറയുന്നു. ചോദ്യം ചെയ്ത ആളുകളെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നു, ലാത്തി കൊണ്ട് അടിക്കാൻ ചെല്ലുന്നു. പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായ വിളക്ക് കൊളുത്താൻ പോലും ശ്രീരാമനൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് പിന്നിൽ മറ്റൊക്കെ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിൽ ശ്രീരാമനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ ഒറ്റ മനസ്സോടെ രാമലല്ലയും ശ്രീരാമനെയും ഒക്കെ ഹൃദയത്തിലേറ്റുമ്പോൾ കേരളത്തിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയമായി അവിടെ നിൽക്കട്ടെ. ഈ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഇടപെടലൊക്കെ അങ്ങനെയാണെങ്കിൽ അത് നിൽക്കട്ടെ. ഇത് പ്രധാനപ്പെട്ട ചടങ്ങുകളായ അവിടുത്തെ വിളക്കുകൾ, കുറഞ്ഞ പക്ഷം ഒരു വിളക്ക് തെളിയിക്കാൻ പോലും ഭാരവാഹികളെ, അതിൻ്റെ ചുമതലപ്പെട്ട ആളുകളെ അനുവദിക്കുന്നില്ല. മനോജ്, ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ വായിച്ചത്. മനോജിനും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ ഒരു അഴിഞ്ഞാട്ടം ഇന്നലെ പ്രതികരിച്ച ചില സാംസ്കാരിക നായകരൊക്കെ പറഞ്ഞ പോലെ പോലീസിൻ്റെ പൂരമാണ് ഇന്നലെ അവിടെ നടന്നത്. സാധാരണക്കാർക്കായി ഇനി വേറൊരു പൂരം നടത്തേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട് എന്നൊക്കെ പങ്കുവെക്കുന്നു. മനോജ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. കാരണം പൂരം നടക്കുന്ന ആ സമയത്ത് ഈ വിളക്കുമാടത്തിൽ വിളക്ക് വയ്ക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അതിനായി ക്ഷേത്ര ഭാരവാഹികൾ, ഈ ക്ഷേത്ര ജീവനക്കാരൊക്കെ തന്നെ അവിടേക്ക് എത്തിയ സമയത്താണ് പോലീസ് അവരെ അവിടെ നിന്നും തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും അവർ പറയുകയാണ് ഇത് ചടങ്ങിന്റെ ഭാഗമാണ്, വിളക്ക് കത്തിക്കണമെന്നുള്ള കാര്യം. അപ്പോഴും അത് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട്, അതായത് പൂരം കഴിഞ്ഞ ശേഷം മാത്രം മതി വിളക്ക് കത്തിക്കൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനെതിരെ പ്രതികരണവുമായി ഇവരൊക്കെ മുന്നോട്ട് വന്നിട്ടും പോലീസ് അതിന് സമ്മതിച്ചില്ല. അതിനുശേഷം ഇത്തരത്തിൽ വലിയ തരത്തിൽ ഈ ക്ഷേത്ര ഭാരവാഹികളെ പോലും ഒന്നിലേക്കും, അതായത് ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുവാൻ പോലും കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. തീർച്ചയായും ഇത് പിന്നിലൊരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതെന്ന് തന്നെയാണ് ഉയരുന്ന ആരോപണം. അത് ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. കാരണം മടത്തിൽ വരവ് പോലുള്ള ചടങ്ങുകളിൽ വാദ്യക്കാരും ആനയും അല്ലെങ്കിൽ തിടമ്പുമേറ്റി വരുമ്പോൾ ജനങ്ങൾക്ക് കൂടെ, ഭക്തജനങ്ങൾക്ക് കൂടെ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എന്നാൽ അതിൽ ഭക്തജനങ്ങളെ പങ്കെടുക്കാത്ത രീതിയിലേക്ക് പോലീസ് അവരെ അവിടെ നിന്നും അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് പോയി. പിന്നീട് കുടമാറ്റം വന്ന സമയം, കുടമാറ്റത്തിൽ വലിയ ആവേശം തന്നെയായിരുന്നു ശ്രീരാമന്റെയും രാമലല്ലയുടെയും ഒക്കെ. ഈ ഓരോ കുടകൾ ഉയർന്നപ്പോഴും അത് കാണുവാൻ സാധിച്ചതാണ്. എന്നാൽ അതിനുശേഷം അത് വളരെയധികം ഓരോ കോണുകളിലും അസഹിഷ്ണുത ഉണ്ടാക്കിയെന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് പിന്നീടുള്ള നിയന്ത്രണങ്ങൾ. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ആൾക്കാരെ എല്ലാവരെയും മാറ്റുന്നു. പിന്നീട് റോഡിന് പല സ്ഥലത്തും ബാരിക്കേഡുകൾ വെച്ച് അടയ്ക്കുന്നു. അതായത് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ഒരൊറ്റ റോഡ് പോലും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാ റോഡുകളും ബാരിക്കേഡ് വെച്ച് അടച്ച ശേഷം എല്ലാവരെയും അവിടെ നിന്നും ലാത്തി ഉപയോഗിച്ച് അടിച്ചോടിക്കുന്നു. ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്, പോലീസാണോ ഗുണ്ടകളാണോ പൂരത്തിനെത്തിയിരിക്കുന്നതെന്ന്. അത്തരത്തിൽ മൃഗീയമായി ഈ പൂരപ്രേമികളോട് ഇടപെടുന്ന പോലീസുകാർ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഈ ഒരു മടത്തിൽ വരവ് ചടങ്ങ് നടന്നപ്പോഴും ക്ഷേത്ര ഭാരവാഹികൾക്ക് നേരെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനു മുമ്പ്, ഈ കുടമാറ്റത്തിന് മുമ്പ് ഇതിനുവേണ്ടി എത്തിച്ച ശ്രീരാമന്റെ ഓരോ ചിത്രങ്ങൾ കണ്ടപ്പോൾ പോലും അത് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അതുപോലെ ആനയ്ക്ക് പട്ട കൊണ്ടുവന്നത് പോലും അതൊന്നും അവിടേക്ക് അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വലിയ തരത്തിൽ ആക്രോശിച്ചുകൊണ്ടായിരുന്നു പെരുമാറ്റം. ദൃശ്യങ്ങൾ കേൾക്കാം. കൊണ്ടുപോടാ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സുരക്ഷാ ചുമതല ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, തിരക്ക് നിയന്ത്രണം മാത്രം ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആനകൾക്ക് ഞാൻ തുറക്കുന്ന സൂചിപ്പിച്ചു, ശ്രീരാമന്റെ ചിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് പിന്നിൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, എന്നാൽ പോലീസിന് അതിൽ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ടാവും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആനകൾക്ക് പട്ട കൊണ്ടുവരുന്ന ആനപ്പാപ്പാനോട് പറയണം, കൊണ്ടുപോടാ, ഇവിടെ നിന്ന് കൊണ്ടുപോടാ. ഇത് എങ്ങനെയാണ് ഈ ധാർഷ്ട്യം പോലീസിന് വരുന്നത്? ഇത് ഒരു ക്ഷേത്ര ചടങ്ങിലല്ലാതെ മറ്റൊരിടത്ത് എവിടെയെങ്കിലും ഇത് നടക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.